ലാലം വന്നല്ല. ഇതിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഇന്ത്യയിൽ ഒരു സ്റ്റേജിലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേരള ജനസമൂഹത്തിന് മുമ്പിൽ ശ്രീ മോഹൻലാൽ സമർപ്പിക്കുന്ന ഏറ്റവും അത്യാധുനികമായ ഒരു കലാവിരുന്നായിരിക്കും 3.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശ്രീ മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കലാവിരുന്ന്. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എത്രയോ ദിവസമായി അദ്ദേഹം ഇതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന വിധം ഇതിനെ ഏറ്റവും നന്നായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നാളെ നമുക്ക് നേരിൽ കാണുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാവും. കാരണം കേരള ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രീ മോഹൻലാലിനെ പോലാണ് മുന്നോട്ട് വന്നു എന്നുള്ളത് എപ്പോഴും നമുക്ക് അഭിമാനത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ കലയ്ക്ക് വിലയിടാൻ പറ്റും. ഏത് കലയെ? കലയുടെ ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിൻ്റെ രൂപത്തിലേ പോകാൻ പറ്റൂ. ഓ, ആ കല. മലയാള സിനിമയിലെ ഇതിഹാസം ശ്രീ മോഹൻലാലും നമ്മളുടെ ക്രിക്കറ്റ് രംഗത്തെ ഇതിഹാസം ശ്രീ സച്ചിൻ ടെണ്ടുൽക്കറും 2 ഇതിഹാസങ്ങളാണ്. എന്തായാലും എല്ലാവർക്കും നാളെ വൈകിട്ട് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുപോ നീ കവിളിണ തഴുകിയോ നീ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയും ഈ സിംഗേഴ്സിന് അവരുടെ ഓരോരുത്തരുടെയും ഷോ, ഇൻഡിവിജ്വൽ ഷോക്ക് നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോഴേ അതിന്റെ ചാർജ് അറിയുള്ളൂ. ദിൽ ചാർജ് ഹ്യൂജ് മണി. ലൈവായിട്ടുള്ള ഷോ ആണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ശബ്ദം കംപ്ലീറ്റ് പ്രീ റെക്കോർഡ് ചെയ്തിട്ട് വലിയ വലിയ ഗായകന്മാരെ വരയ്ക്കും കൊണ്ടുവന്ന് ചുണ്ടനക്കിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ദിൽ ചാർജ് ഹ്യൂജ് മണി. കായും പണവും മാത്രം പോരാ, തലയിടകത്തെ വിവരം വേണം. വിവരം. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും ഭേദം കൊല്ലുമായിരുന്നില്ലേ? മോഹൻലാലിനെ പോലെ കേരളത്തിന്റെ പ്രിയങ്കരനായ ഒരു കലാകാരൻ ഈയൊരു ഊളത്തരത്തിന് കൂട്ടു നിൽക്കാവോ? അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടുപുറത്തൊരു മാട്ടേ നാടകം ബുക്ക് ചെയ്തോ പിന്നെ കാശ് കൊടുക്കൂ? അല്ല, വെറുതെ 2 തൂണെടുത്ത് മാട്ടയിലും വെച്ച് 2 തൂണ് നിലത്തും കുത്തി നടത്തുന്ന വെറും നാടൻ നാടകത്തിന് പോലും ഈ കാശ് മേടിച്ച് ആരെങ്കിലും ഇന്നുവരെ കൊടുത്തിട്ടുണ്ടോ? അതായത് നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ ലാലൊക്കെ പാടുക, പക്ഷെ ടൈപ്പാ പാടിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി വാ കണ്ട് പറച്ചിലുള്ളൂ, മഴ പൊടറാണ്. അതല്ല, അതിനകത്തൊരു പ്രീ പ്ലാൻ ഉണ്ടോ? അതൊക്കെയാണ് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത്. അതാ ഇതിനകത്ത് പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, തിയേറ്ററിൽ കൂവി തോപ്പിക്കുന്ന ഏർപ്പാട്, അതുപോലുള്ള സംഭവം ഉണ്ടോ? അദ്ദേഹത്തെ വേട്ടയാണെന്ന് അവസാനിപ്പിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല ആക്ടിംഗ് ആണ്. ഒരു കലാകാരൻ തന്റെ കലാപ്രകടനങ്ങൾ നടത്തി ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും ഒരുപാട് സങ്കേതങ്ങളെ ആശ്രയിച്ചുമാണ്. അതിന്റെ നന്മതിന്മകളൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ നമ്മൾ അംഗീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയ പാഠവത്തിനാണ്. അത് അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല ആക്ടിംഗ് ആണ്. നല്ല അഭിപ്രായം. നമ്മൾ അഭിമാനിക്കുന്ന, നമ്മുടെ അഭിമാനമായ ഒരു കലാകാരനാണ് അദ്ദേഹം. ഇനി വിവാദങ്ങളിലേക്ക് അദ്ദേഹത്തെ വലിച്ചഴിക്കാതെ സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും സംഘർഷങ്ങളിൽ പെടുത്താതെ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടെ അപേക്ഷിക്കുകയാണ്. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്തെന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ആണുങ്ങളെ ഡീൽ ചെയ്യണ്ട. दिल से दिल जुड़े हर तन से तन लगे
बोलो जोर से जय मेरा इंडिया, हमको भूल जो सिर्फ उसके सामने, सुन लो गीत ये तुमसे भी लेंगे। അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു ആൾ, ഞാൻ വ്യക്തികളുടെ പേര് പറയണം, അവർ തർക്കിച്ച് പിന്നെ നിന്നേനെ. അദ്ദേഹം ഒരു തർക്കത്തിനും വന്നില്ലല്ലോ. 3 ദിവസം മുഴുവൻ മീഡിയ അറിഞ്ഞല്ലോ അദ്ദേഹത്തെ. ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തോ ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരമില്ല.